അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗാണ് ഇത്. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഇത് ചേച്ചി മേടിച്ചെന്ന ഡ്രസ്സാണ് കേട്ടോ. അതെ, ഇവൻ മേടിച്ചെന്ന് എൻ്റെ പുതിയ വാച്ചാണ്. ഇവൻ സൈഡിൽ ഇരിക്കണോണ്ട് ഞാൻ വെറുതെ ചിരിക്കുകയൊക്കെ ചെയ്യും, നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, അപ്പം എവിടെയും പോവുകയാണ്. നമ്മളിപ്പം ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. കുറച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ എവിടെയാണ് പോകുന്നത്, പക്ഷെ എനിക്കൊരു ഡൗട്ടൊക്കെ ഉണ്ട്. ചെറിയൊരു റൂട്ടായതുകൊണ്ട് ഞാൻ ഒരു സ്ഥലം പ്രതീക്ഷിക്കണുണ്ട്. ചേട്ടൻ അറിയോ എവിടെയാന്ന്? അയ്യോ, പക്ഷെ എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം കാണിച്ചു തരാം. ക്യൂട്ടായിട്ടുണ്ടല്ലേ, ഇതെനിക്ക് ചേച്ചി മേടിച്ചു തന്നതാണ്. പിന്നെ ഗിഫ്റ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ വീഡിയോസ് എല്ലാം കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. ആ ഗിഫ്റ്റ് എല്ലാം കൂടെ ചേർത്ത ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ലെൻസൊക്കെ വെച്ചു. ഓക്കെ, അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ താജിലെത്തിയിരിക്കുകയാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് താജിൽ വരണമെന്നുള്ളത്. സീരിയസ്ലി ചേച്ചിയാണോ ഇവൻ്റെ ഐഡിയ ആണോ ഇതെന്ന് എനിക്ക് നല്ല കൺഫ്യൂഷനുണ്ട്. കാരണം രാവിലെ മുതൽ അവൾ അമ്മ എവിടെയും പോകുന്നില്ലേ പോരാത്തതിന് ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ട്. സോ നമ്മൾ അവർ ഇവിടെ ഏതാണ് ബുക്ക് ചെയ്തതെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. നമ്മൾ പുറത്ത് നിൽക്കുകയാണ്. അകത്ത് കയറുമ്പോൾ ഉള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? എനിക്കറിഞ്ഞൂടെ, ഒരു മാജിക് ഫീൽ. സീരിയസ്ലി ചേട്ടാ നോക്ക് കേട്ടാ. ചേട്ടാ ഇത് പിന്നെ നേരത്തെ വന്നിട്ട്, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ലൈറ്റ് കുറവ് കേട്ടാ. സത്യം പറഞ്ഞാൽ ഞാനും ചേട്ടത് രണ്ടാമത്തെ തൊട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വന്നത്. ഇവിടുത്തെ വഴി പോലും മനസ്സിലാവുന്നില്ല. നോക്കിയാണ് ഏതൊക്കെയോ റൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നും അറിയാത്ത രണ്ട് പിള്ളേരാണ് ഇരിക്കാൻ പോവാണ്. അതായത് ഇവിടെ ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ജാസ്മിൻ ബേ എന്ന് പറയുന്ന ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. ഫുഡ് കഴിക്കും. ഇവിടെ നമ്മൾ ആക്ച്വലി ബൊഫയാണ് കേട്ടോ എടുത്തത്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല രസമില്ലേ വ്യൂ കാണാനായിട്ട്. കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ശരിക്കും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഭയങ്കര ഭംഗിയാണ്. ചേട്ടൻ എന്ത് തോന്നി പറ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടന് ഓബൈ താമരയാണ് ഇതാണ് ഇഷ്ടപ്പെട്ടത്? സീരിയസ്ലി. പക്ഷെ എനിക്ക് നമ്മൾ വന്നപ്പോൾ സത്യം പറയാലോ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുറച്ചും കൂടെയൊക്കെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ്, അതായത് ഈവനിങ് വൈബിലുള്ള ഫോട്ടോസും നൈറ്റ് വൈബിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സത്യത്തിൽ എനിക്ക് മനസ്സിലായി ഇത് ശ്രുതിയാണ് ഇത് എനിക്ക് വേണ്ടി ചെയ്തതെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ ഇത്രയും ഫുഡാണ് എടുത്തത്. എന്തൊക്കെയോ എടുത്തു കേട്ടോ. സാലഡ് എടുത്തു. പിന്നെ അതായത് ചിക്കൻ കച്ചാമ്പൂർ സാലഡ് എന്ന് പറയുന്നൊരു സാലഡ് എടുത്തു. പിന്നെ ചിക്കൻ ടിക്ക എടുത്തു. പിന്നെ മട്ടൻ ഞാൻ അധികം കഴിക്കാത്ത ഒരാളാണ്, പക്ഷെ ആ കൊതി കാരണം ഞാനിന്ന് മട്ടൻ എടുത്തു. പിന്നെ പനീർ എടുത്തു. അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു കുഴഞ്ഞ പരുവമാണ്. എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടപ്പെട്ടോ? ഇനി വരണോ ഇവിടെ? ഇനി പകല് വരണം. ഇപ്പോൾ നമ്മൾ നൈറ്റ് വൈബ് കിട്ടിയില്ലേ, ഇനി പകല് വരണം. പകല് വന്നിട്ട് മറ്റേ അപ്പുറത്ത് കുറേ സൈഡൊക്കെ ഉണ്ടല്ലോ ചേട്ടാ, മറ്റേ വ്യൂ ഒക്കെ. സീ സൈഡൊക്കെ? സീ സൈഡ് അല്ലല്ലോ ആക്ച്വലി. അവിടെയാണ് സീ വരുന്നത്. അവിടെ പൊളിക്കും. ആ കേക്ക് എടുത്തോ. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് സിമ്പിൾ കട്ട് ചെയ്യാന്ന് വിചാരിച്ചല്ലേ? അതായത് കേക്ക് ഒന്നും മുറിച്ചില്ല. ഒന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ച് കേക്ക് മുറിക്കാതെ. ശ്രുതി, നീ ബ്ലോഗ് എന്തായാലും കാണുമെന്ന് എനിക്കറിയാം. നിനക്കും കൂടെയാണ് ഈ കേക്ക്. തിരിച്ച് കത്തി തിരിച്ച് സന്തോഷത്തിൽ. അതെ മനസ്സിലാവുന്നുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ. അയ്യേ ഇങ്ങ് തന്നേക്ക്. ഞാൻ തനിയെ കഴിക്കാവേ ആദ്യം. എങ്ങനെയുണ്ട്? നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ശ്രുതിക്കതാ ഇനി ചേട്ടൻ ഇഷ്ടം.
ചേട്ടാ ഇനി ടെൻഷനാണ്, ഇനി സംസാരിക്കൂല. ആ കണ്ണുകൂടെ നോക്കിക്കേ, ആ കൈയും കടിച്ചു. ഇതിടും. പറ, എങ്ങനെയുണ്ട് പ്ലേസ്? ശ്രുതിയുടെ സെലക്ഷൻ എങ്ങനെയുണ്ട്? ശ്രുതി എന്ന് ഇഷ്ടപ്പെട്ടോ? എനിക്ക് അടിപൊളി. ഇതെന്ന് ശ്രുതി നിന്റെ അടുത്ത് പറഞ്ഞത്? രണ്ടാഴ്ചക്ക് മുന്നെയാണ് പറഞ്ഞത്. അപ്പൊ അപ്പഴേ ചേച്ചി ബുക്ക് ചെയ്താ? എനിക്കും നിനക്കും കൂടെ ആയിട്ട് പോയിട്ട് വാ, പൊളിക്കണേന്ന് പറഞ്ഞു. ചേട്ടാ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കണല്ലേ. നോക്ക്, നല്ല ആഴമുണ്ട് കേട്ടോ. വെള്ളം എന്തോരുണ്ട്. കൈ പിടിച്ച് ചുമ്മാ കൈ പിടി, എന്റെ കൈ പിടി. വെള്ളത്തിൽ പോകാൻ പോവേ. ഇത്രയും വെള്ളം ഉണ്ട് കേട്ടാ. ശരിക്കും സത്യം കേട്ടാ. എന്ത് ഭംഗിയല്ലേ നോക്കി, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇവിടെ സ്പേസ് ഉണ്ടല്ലേ. നിനക്ക് ഇവിടത്തെ സെറ്റപ്പ് ഒക്കെ അറിയാമോടെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയാണ് വരാറുള്ളത്. കാണാൻ പറ്റില്ല കേട്ടോ. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലേ എൻ്റെ അകത്തൂടെ. അങ്ങനെ നമ്മളിതാ ഇപ്പുറത്തെ സൈഡ് വന്ന് ചേട്ടൻ ആക്ച്വലി പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നൈസായിട്ട് വന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ ലെൻസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ലാഷസ് ഒക്കെ വെക്കണമെന്നായിരുന്നു. പക്ഷേ ചില സാഹചര്യത്താൽ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ സത്യം. ഞാൻ ഇന്ന് കാണാൻ കൊള്ളാവോ? ചേട്ടനും കൊള്ളാം. ഇതെന്റെ സെലക്ഷനാണ്. ഞാൻ സെലക്ട് ചെയ്യണതൊന്നും കൊള്ളാതിരിക്കാറില്ല. നീ ഇട്ടില്ലേ എന്നിട്ട്? ഓക്കെ, അങ്ങനെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. സത്യം പറഞ്ഞ ഈ സ്ഥലം കണ്ടതും ഞാൻ ബ്ലാങ്ക് ആയിട്ടിരിക്കണം. ആക്ച്വലി കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക, ഇപ്പം എന്ത് പറയണമെന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. സീരിയസ്ലി ഞാൻ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഭയങ്കര സന്തോഷം ഇവിടെ വന്നപ്പം. നല്ല ഹാപ്പിയായി. അപ്പം അല്ല, വീഡിയോ എടുക്കുമ്പോൾ അതിൽ വന്നോളൂ. വീഡിയോ ആദ്യം ലാസ്റ്റ് ഇറങ്ങുമ്പോൾ വന്നിട്ട് കാര്യമില്ല, തുടക്കത്തിൽ പറഞ്ഞു ഞാൻ. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത് മതിയാവണില്ലല്ലേ. സീരിയസ്ലി എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇവനാണ് ഫോട്ടോസ് ഫുൾ എടുത്ത്. ഇവന് കുറേ നല്ല ഫോട്ടോ എടുത്ത്. അതിൻ്റെ നല്ല വിഷമമുണ്ട് എനിക്ക്. കാരണം ഇല്ല അതങ്ങനെയാണ് വീഡിയോയിൽ. പുറത്ത് വരുമ്പോൾ അത് വന്നോളും. അപ്പം ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. കുറേ ഫോട്ടോസ് എടുത്ത് എന്നെക്കാണ് ഫോട്ടോസ് ഇവനാണ് എടുത്തത്. എനിക്ക് കുറച്ച് ഫോട്ടോസ് ആക്ച്വലി കിട്ടിയുള്ളൂ. ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഫോട്ടോസൊക്കെ അവനെ ഫോളോ ചെയ്യുന്നത് എന്തായാലും നോക്കേണ്ടതാണ്. കുറച്ച് സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇറങ്ങിയിട്ട് എന്താ പറയുക, സീരിയസ്ലി അല്ലേ, നമ്മൾ പുറത്തൊക്കെ ദുബായിലൊക്കെ പോയൊരു ഫീലാണ് എന്നെ സംബന്ധിച്ചത്. ഇതിലൊക്കെ പറയാം. സ്റ്റെപ്പൊക്കെ കയറുന്നതിന് കാഴ്ച ദഹിക്കാനാ? അല്ല, കാഴ്ച ദഹിക്കാനല്ല, ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ ഡാൻസിങ്ങൊക്കെ ചെയ്തത്. ഇതിപ്പോ നടക്കാൻ പോണ ബാക്ക് അടിച്ച് വീഴും. ഇല്ല, കാരണം ഇത് നീ തിരിഞ്ഞ് നടന്നോ? എനിക്കെന്താ ഫീൽ ചെയ്യുന്ന അറിയാമോ? നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേ ഓരോ റിസോർട്ട്സ് അല്ലെങ്കിൽ ഫാമിലി അതുപോലെയല്ലേ ട്രിവാൻഡ്രത്ത് ഇത്രയും വീട്ടിലും ഒരു സാധനമൊക്കെ. ഞാൻ ഈ ഇടയ്ക്കാണ് ഇതിനെക്കുറിച്ച് അറിയാനല്ല.
ചേട്ടനോ? ഞാനും. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഈ വണ്ടി കണ്ടോ, ഈവനിങ് ആണ് വന്നെങ്കിൽ നമുക്ക് ഈ വണ്ടിയിലൊക്കെ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഇറക്കുന്നതാണ്. ബർത്ത്ഡേയുടെ എന്താ ഈ ആഴ്ച മിക്കവാറും നിങ്ങളെല്ലാവരും എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കാണേണ്ടി വരും. കാരണം എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ കാണിക്കണ്ടേ. അല്ല, ഞാൻ പല വീഡിയോസായിട്ട് ചെയ്യും. കുറേ ഉണ്ട് എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട്. ചേട്ടൻ കുറച്ച് ഗിഫ്റ്റ് തന്നു, എൻ്റെ ചേച്ചി തന്നു, ഇതെല്ലാം കൂടെ ചേർന്ന് ഞാൻ ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ട് ഒരു അടിപൊളി വ്ളോഗായിട്ട് എടുക്കണമായിരിക്കും. ഈ ചേട്ടൻ നിന്ന് കറങ്ങണോണ്ടാണ് കേട്ടോ എനിക്ക് ടെൻഷൻ ആവണത്. ഒന്ന് മാറിക്കോ. അല്ല വേണ്ട, നമ്മൾ എൻ്റെ എടുക്കണയാണ്. ചേട്ടൻ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. 2 സ്ലൈഡും ഒരു റിബണുമാണ് കിട്ടിയത്. അതിനാണ് വലിയ വീഡിയോ എടുക്കാൻ. അല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.